ഇവിടെ നല്ല രീതിയിലുള്ള വളർച്ചയാണ് IT രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ IT പാർക്കുകൾ നമ്മൾ നിർമ്മിക്കുന്നുണ്ട്. വലിയ മാറ്റം IT മേഖലയിൽ ഉണ്ടാക്കാൻ കഴിയും എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. നമ്മുടെ സ്റ്റാർട്ടപ്പ് രംഗം, സ്റ്റാർട്ടപ്പിൻ്റെ ഒരു പറുദീസയായിട്ടാണ് കേരളം കണക്കാക്കുന്നത്. ഇപ്പോൾ 6000 കോടി രൂപയുടെ നിക്ഷേപം ഇതിനകം നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 15,000 സ്റ്റാർട്ടപ്പുകളിലേക്കും 1,00,000 തൊഴിലവസരമായും വർദ്ധിപ്പിക്കാനാണ് നാം ഇപ്പോൾ നടപടികൾ സ്വീകരിക്കുന്നത്. നമ്മുടെ പൊതുമേഖല നല്ല രീതിയിൽ വികാസം പ്രാപിച്ചിട്ടുണ്ട്. കാർഷിക മേഖലയിലും നല്ല വികാസമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ന് 2016 2% വളർച്ചാ നിരക്ക്, ഇന്നത് 4.64% വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പച്ചക്കറി ഉൽപ്പാദനത്തിൽ 7 ലക്ഷം മെട്രിക് ടൺ 16 ലക്ഷമായിട്ടാണ് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത്. വലിയ മാറ്റം ഈ കാര്യങ്ങളിലെല്ലാം സംഭവിക്കുന്നു എന്നാണ് കാണാൻ നമുക്ക് കഴിയുക. ഇവിടെ കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ തനത് നികുതി വരുമാനം നല്ല രീതിയിൽ വർദ്ധിച്ചു പോവുകയാണ്. നേരത്തെ 47,000 കോടി രൂപയായിരുന്നു 4 വർഷം മുൻപ്. അത് 4 വർഷം എടുത്താൽ 87,000 കോടി രൂപയായി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നല്ല വർധനവാണ് പൊതുവെ ഉണ്ടായിട്ടുള്ളത്. ആകെ തനത് വരുമാനം 55,000 കോടിയിൽ നിന്ന് 1,04,000 കോടിയായി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പൊതുവെ നല്ല മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാനങ്ങളുടെ പൊതുവായ ധനസ്ഥിതി നേരത്തെ CAG റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അതിൽ 8 സംസ്ഥാനങ്ങളുടെ പൊതുകടം 30% മുകളിലാണ്. നമ്മൾ ആ കാര്യത്തിൽ പൊതുകടം കുറച്ചു കൊണ്ടുവരുന്ന അവസ്ഥ സ്വീകരിക്കാനായിട്ടുണ്ട്. ഇവിടെ കേരളത്തിൻ്റെ പുതിയൊരു മുഖമാണ് വിഴിഞ്ഞം. വലിയ തോതിൽ ആകർഷകമായ രീതിയിലുള്ളൊരു വികസന കവാടമായിട്ടത് മാറുകയാണ്. 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനം ഉടൻ ആരംഭിക്കാൻ പറ്റും. വലിയ മാറ്റം കേരളത്തിന് ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നായി ആ വിഴിഞ്ഞം പ്രോജക്റ്റ് മാറുമെന്നാണ് കാണേണ്ടത്. നമ്മൾ ഈ കഴിഞ്ഞ അസംബ്ലിയിൽ പാസ്സാക്കിയൊരു നിയമം, സേവനാവകാശ നിയമം. കൃത്യമായി സേവനം നൽകിയില്ലെങ്കിൽ നൽകാൻ തയ്യാറാകാത്ത ആൾ ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥ അതിൻ്റെ ഭാഗമായി ഉണ്ടാകാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ ഏക കിടപ്പാടം സംരക്ഷിക്കുക എന്നത് ഒരു പ്രധാന ഘടകമാണ്. ആ കിടപ്പാടത്തിൽ നിന്ന് ജപ്തി ചെയ്ത് ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാനായിട്ടുണ്ട്. ഞാൻ മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. നമ്മുടെ സംസ്ഥാനത്തിലുള്ള എല്ലാവരും കേരളത്തെക്കുറിച്ച് മനസ്സിലാക്കിയവർ വലിയ വേദനയോടെ കണ്ടൊരു കാര്യമാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം. ആ ദുരന്തത്തിൻ്റെ ഭാഗമായി ദുരന്തത്തിനിരയായവർക്ക് നൽകേണ്ട സഹായം, അവരുടെ പുനരധിവാസം, അക്കാര്യത്തിൽ കുറേ വിഷമകരമായ സാഹചര്യം നമുക്ക് നേരിടേണ്ടി വന്നു. ആ സാഹചര്യം നമ്മളിപ്പോൾ ഇവിടെ ആ തരത്തിൽ ഞാൻ പറയാൻ പോകുന്നില്ല. പക്ഷേ കാണേണ്ട ഒരു കാര്യം, അവിടെ വയനാട് ടൗൺഷിപ്പ് നിർമ്മിക്കും, നല്ല രീതിയിലുള്ള പുനരധിവാസം ഉറപ്പാക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇത് നവംബറാണ്. ഡിസംബർ കഴിഞ്ഞ് ജനുവരിയോടുകൂടി ആ ടൗൺഷിപ്പ് പൂർത്തിയാകും. എല്ലാവരെയും നല്ല രീതിയിൽ അവിടെ പുനരധിവസിപ്പിക്കുകയും ചെയ്യും. നമ്മുടെ സംസ്ഥാനത്ത് നല്ല രീതിയിൽ പല പദ്ധതികളും നടപ്പാക്കാനാണ് നാം ഉദ്ദേശിക്കുന്നത്. അതിലൊന്നാണ് കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി. വലിയ മാറ്റം കേരളത്തിൽ ഉണ്ടാക്കുന്ന ഒന്നായിരിക്കും അത്. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഡിജിറ്റൽ സയൻസ് പാർക്ക് മാത്രമല്ല, 3 സയൻസ് പാർക്കുകൾ അതിന് പുറമെ 600 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് സ്ഥാപിക്കാൻ നടപടികൾ എടുക്കുന്നുണ്ട്. ഇവിടെ IT കോറിഡോർ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ വികസിപ്പിക്കാൻ നോക്കുന്നുണ്ട്. വയനാട് എല്ലാ ഘട്ടത്തിലും മഴക്കാലം വന്നാൽ പിന്നെ പലപ്പോഴും പ്രയാസമാണ് അങ്ങോട്ട് പോകാൻ. അവിടെ ഒരു തുരങ്കപാത നിർമ്മിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞു. നല്ല ആവേശകരമായ പൊതു സ്വീകരണമാണ് ആ കാര്യത്തിന് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ മൈക്രോ ബയോ, അതേപോലെ തന്നെ ന്യൂട്രാസ്യൂട്ടിക്കൽ,
ഇത്തരം മേഖലകളിൽ മികവിൻ്റെ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനുള്ള നടപടികളും സ്വീകരിച്ച് വരികയാണ്. നമ്മുടെ ലോക കേരള സഭയുമായി ബന്ധപ്പെട്ട് പ്രവാസികളായിട്ടുള്ള സഹോദരങ്ങൾക്ക് കാര്യങ്ങൾ നേരത്തെ തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്. 4 പ്രധാന സമ്മേളനങ്ങൾ നടന്നു കഴിഞ്ഞു. ഇപ്പോൾ 4ാം ലോക്സഭയായപ്പോൾ 103 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ അതിൽ പങ്കെടുക്കുന്ന നിലയുണ്ടായി. നല്ല മാറ്റമാണ് പൊതുവെ ഉണ്ടായിട്ടത്. അടുത്ത ലോക കേരള സഭ അടുത്ത 2 മാസം കഴിയുന്നതോടുകൂടി നടക്കാനാണ് പോകുന്നത്. നോർക്ക കെയർ നല്ല രീതിയിൽ പൊതുവിൽ സ്വീകരിക്കപ്പെട്ടൊരു കാര്യമാണ്. അതേപോലെ തന്നെ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നല്ല നിലക്ക് നടപ്പാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രവാസി മിഷന്റെ ഭാഗമായുള്ള സമഗ്രമായ പുനരധിവാസ പദ്ധതിയും ഫലപ്രദമായി നടപ്പാക്കപ്പെടുന്നുണ്ട്. പ്രവാസികൾക്ക് മാത്രമുള്ള സമഗ്രമായ ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയാണ് നോർക്ക കെയർ എന്ന നിലക്ക് നടപ്പാക്കുന്നത്. 10 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് പരിരക്ഷയുണ്ട്. ലോകത്തെവിടെയുമുള്ള പ്രവാസിക്ക് 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസും ഇത് പ്രദാനം ചെയ്യുകയാണ്. പ്രവാസി മിഷനും നല്ല രീതിയിൽ തന്നെ പ്രവാസികളുടെ സാമ്പത്തിക പുനഃസംയോജനം സാധ്യമാക്കുന്നതിന് ഉപയോഗിക്കുന്നുണ്ട്. പ്രവാസി പുനരധിവാസത്തിൽ വിവിധ വകുപ്പുകളുടെ ഏകോപനം ഉറപ്പുവരുത്താനാകുന്നുണ്ട്. സംരംഭകത്വം നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കാനാകുന്നുണ്ട്. നമ്മുടെ പ്രവാസി ഡിവിഡൻഡ് പദ്ധതി, പ്രവാസി നിക്ഷേപങ്ങൾ ഫലപ്രദമായി വികസന പ്രവർത്തനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനുള്ള പദ്ധതിയായിട്ടാണ് ഇത് മാറിയിട്ടുള്ളത്. 330 കോടി രൂപ സമാഹരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട്. പ്രവാസി പങ്കാളിത്തത്തോടെയുള്ള പുനരധിവാസ പദ്ധതികളിൽ ക്ഷേമ പെൻഷൻ 2016 മുതൽ 2025 വരെ 739 കോടി രൂപ അനുവദിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ NRI കമ്മീഷന്റെ പ്രവർത്തനം വളരെ ഫലപ്രദമായി നടക്കുകയാണ്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റെസ്റ്റ് സ്റ്റോപ്പ് സ്ഥാപിക്കുന്നത് ഓഖിൽ എന്നതിൻ്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സാന്ത്വന പദ്ധതിയുടെ ഭാഗമായി 212 കോടി രൂപയുടെ ധനസഹായം ഇതേവരെ നൽകാനായിട്ടുണ്ട്. ND പ്രേം മുഖേന തിരികെ എത്തുന്ന പ്രവാസികൾ ആരംഭിക്കുന്ന സ്വയം തൊഴിൽ സംരംഭങ്ങൾ, അതിനുള്ള സഹായം പുനരധിവാസ പദ്ധതി, അതിന് സബ്സിഡിയായി 106 കോടി രൂപ അനുവദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രവാസി ഭദ്രത പലിശ മൂലധന സബ്സിഡി ഇനത്തിൽ 118 കോടി 98 ലക്ഷം രൂപ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രവാസി ID കാർഡിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി നമ്മുടെ സംഘടനകളെല്ലാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. 7,53,310 പ്രവാസികൾക്കാണ് തിരിച്ചറിയൽ കാർഡ് നൽകാനായിട്ടുള്ളത്. ധാരാളം ആൾക്കാർ ഇതിന് പുറത്തു നിൽക്കുകയാണ്. അവരെയെല്ലാം ഇതിൻ്റെ ഭാഗമാക്കി മാറ്റാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ കാണേണ്ട ഒരു കാര്യം, 76 പേർക്ക് 1,99,88,000 രൂപയുടെ ക്ലെയിം അനുവദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രവാസി രക്ഷാ ഇൻഷുറൻസ് പോളിസി നല്ല രീതിയിൽ ആരംഭിച്ചിട്ടുണ്ട്. 47,749 പ്രവാസികൾക്കാണ് ഇൻഷുറൻസ് പോളിസി നൽകിയത്. ഇപ്പോൾ 17 ലക്ഷം രൂപ ഇൻഷുറൻസ് തുക ഇതിനകം 16 പേർക്ക് നൽകാനും കഴിഞ്ഞിട്ടുണ്ട്. നോർക്ക ഡയറക്ടേഴ്സ് സ്കോളർഷിപ്പ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പ്രവാസികളുടെ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകുന്ന ധനസഹായമാണ്. 2,91,10,10,000 രൂപയുടെ സ്കോളർഷിപ്പ് അനുവദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ മേഖലകളിലും ഇടപെട്ടുകൊണ്ടാണ് നാം കാര്യങ്ങൾ നീക്കാൻ ശ്രദ്ധിക്കുന്നത്. ഇതിനെല്ലാം ഇടയാക്കിയിട്ടുള്ളത് നാടും നാട്ടുകാരും നൽകുന്ന പിന്തുണയാണ്. നാം ലക്ഷ്യമിടുന്നത് ഒരു നവകേരളമാണ്. നവകേരളം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വികസിത രാഷ്ട്രങ്ങളിൽ, മധ്യവരുമാന രാഷ്ട്രങ്ങളിലെ ജീവനിലവാര തോതിലേക്ക് നമ്മുടെ നാടിൻ്റെ ജീവനിലവാരം ഉയർത്തുക എന്നുള്ളതാണ്. ഇതൊരു സങ്കല്പമല്ല, യാഥാർത്ഥ്യമാക്കാനുള്ള കാര്യമാണ്. ഈ കാര്യത്തിൽ യാഥാർത്ഥ്യമാക്കാൻ കഴിയും എന്നതാണ് ഇതേവരെയുള്ള ഈ ചൂടുകളെല്ലാം കാണിക്കുന്നത്. ഇതിന് എല്ലാവരും എല്ലാ രീതിയിലും സഹായവും പിന്തുണയും നൽകണമേ എന്നാണ് തുറന്നും അഭ്യർത്ഥിക്കാനുള്ളത്. നവകേരളം നമുക്ക് സൃഷ്ടിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദ്യം.